ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് റോമോഫോറം, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലാറ്റിനി, പിന്നെ ഇതിനകത്തുള്ള ഒരു പാലസ്. ഇത് മൂന്നുമാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എനിക്ക് കിട്ടിയ ടിക്കറ്റ് അനുസരിച്ച് ഇതിനകത്ത് കയറാൻ ലാസ്റ്റ് ഫൈനലി കയറാൻ പറ്റുന്നത് 6:15 വരെ ഉള്ളൂ കേട്ടോ. ഈവനിങ് 6:15. ഞാനിപ്പോൾ ഏതാണ്ട് 5:57 ആയിട്ടുണ്ട്, ഇവിടേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അകത്ത് കയറിയാൽ അറൗണ്ട് 9:30 വരേക്ക് അതിനകത്ത് നിൽക്കാം. 9:30ക്ക് മുമ്പ് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. ഇതിനകത്തൊരു ഹ്യൂജ് സ്ഥലം കാണാനുണ്ട്. ഇത് രണ്ടും കൂടി അറൗണ്ട് 3.5 hours ഒന്നല്ല, അതിൽ കൂടുതൽ എടുക്കും അകത്ത് കയറി കാണാൻ. ഇവിടെ ചെക്കിംഗ് ഉണ്ട്, നമ്മുടെ മൊത്തം സ്കാൻ ചെയ്യും, എന്നിട്ട് മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റൂ. ഇവിടെ വന്നപ്പോഴത്തേക്കും 6 o'clock ആയി, അതുകൊണ്ട് അവർ കയറാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ ടിക്കറ്റ് കാണിച്ചപ്പോൾ ഓക്കെ കയറിക്കൊള്ളാൻ പറഞ്ഞു. ലാസ്റ്റ് അവർ അടയ്ക്കുകയാണ്. അകത്തേക്ക് കയറ്റി വിടില്ല. ഇനി അകത്ത് പോയവർക്ക് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് മാത്രം അത് തുറന്നിരിക്കുകയുള്ളൂ. അതായത് ഇവിടെ നമ്മളെ സാധനങ്ങളൊക്കെ സ്കാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ അകത്തേക്ക് കയറ്റി വിടുകയുള്ളൂ. എല്ലാ സാധനവും ചെക്ക് ചെയ്യും. അതായത് മൊബൈല്, കണ്ണാടി, ബാഗ്, സെൽഫി സ്റ്റിക്ക്, സകലതും സ്കാൻ ചെയ്തിട്ടേ പറ്റുള്ളൂ. സെക്യൂരിറ്റി ഉണ്ട്, അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ അകത്തേക്ക് വന്നു. ഇത് കാണുന്നുണ്ടല്ലേ, റോമൻ ഫോറം. റൈറ്റിലേക്ക്, ലെഫ്റ്റിലേക്ക് പ്ലാറ്റിനോ ഹില്ല്. അതാണ്, ഇത് രണ്ടുമാണ് നമുക്ക് ഇപ്പൊ കാണാനുള്ള. അതിന്റെ കൂട്ടത്തിൽ പ്ലാറ്റിനോ ഹില്ലിനോട് സമീപത്തായിട്ട് പാലസ് ഉണ്ട്. ആ പാലസും കാണാം. ഇതുവഴിയാണ് നമ്മൾ റോമൻ ഫോറത്തിലേക്ക് പോകുന്നത്. പക്ഷെ നമ്മൾ റോമൻ ഫോറത്തിലേക്ക് ഇതുവഴി പോയാൽ നമുക്ക് താഴെ നിന്നുള്ള സീൻസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ മേളിൽ കൂടി വന്ന് ആ സീനുകളെല്ലാം നമുക്ക് ഒറ്റ വീഡിയോയിൽ ഒരു ഫ്രെയിമിൽ തന്നെ കാണാം. അപ്പൊ നമുക്ക് മേളിലേക്ക് നടക്കാം. പോവാം. അവിടെ ഫാമിൽ നിറച്ച് ഓറഞ്ചാണ് കേട്ടോ. ആ ഓറഞ്ച് കാണാം. എത്രമാത്രം ഓറഞ്ച് ട്രീ ഇരിക്കണം നോക്കിയാൽ. എന്താ ഓറഞ്ച് നോക്കി, ആർക്കും വേണ്ട, ആരും പറിക്കുന്നുമില്ല, എടുക്കുന്നുമില്ല, ഒന്നുമില്ല കേട്ടോ. സൂപ്പറായിട്ടുണ്ട് ഓറഞ്ച് ട്രീ കേട്ടോ. ഇതിൽ കുറച്ചേ ഉള്ളൂ ഓറഞ്ച്. നല്ല ചെടികൾ നിൽപ്പുണ്ട് കേട്ടോ. ഇത് എന്ത് കളർ നോക്കി, വയലറ്റ് കളറ് പൂക്കൾ. ഇത് മൊത്തം ഓറഞ്ച് കാണാം. ഇവിടെ മൊത്തം ഓറഞ്ച് കേട്ടോ. അവിടെ മൊത്തം എന്ത് നിൽക്കണം, ആ ഭാഗത്ത് ഫുള്ള് ഓറഞ്ച് ട്രീയാണ്. അതിനകത്തൊക്കെ നിറച്ച് ഓറഞ്ച് ഉണ്ട് കേട്ടോ. നോക്കിയേ, ഇവിടെ ഓറഞ്ച് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം അതിൽ ഇലയില്ല, ഓറഞ്ച് മാത്രമേ ഉള്ളൂ. വേണ്ടോ, ഓറഞ്ച് മാത്രമേ ഉള്ളൂ. നോക്കിയേ, വെറും ഓറഞ്ച്, ആവശ്യം പോലെ ഓറഞ്ച്. കണ്ടോ, ഫ്രഷ് ഓറഞ്ച്, ഫ്രഷ്. ഇത് എത്രത്തോളം ടേസ്റ്റി ആണെന്ന് എന്തായാലും നമുക്ക് പറിച്ച് തിന്ന് നോക്കാൻ പറ്റില്ല. ആൾക്കാരൊക്കെ ഒലുക്കിയൊക്കെ നോക്കുന്നു, മരം ഒലുക്കിയിട്ട് ഓറഞ്ച് താഴെ ഇടാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നത്. എന്താ സൂപ്പറല്ലേ ഓറഞ്ച്. ഇതുവഴി അകത്തേക്ക് കയറാൻ പറ്റില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അകത്തേക്ക് പോയിട്ട് കാണിക്കാം. അവിടെയൊക്കെ പൊഴിഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. കണ്ടോ, പൊഴിഞ്ഞ് കിടക്കുന്നു. പക്ഷേ എടുക്കാൻ പറ്റില്ല. അത് ഇവിടെ ഇങ്ങനെ വേലി, ഇവിടെ ഇങ്ങനെ ചെയിനിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ സെക്യൂരിറ്റി അവിടെ നിൽപ്പുണ്ട്, അവർ തന്നെ പിടിച്ചു വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ. ഇതെന്തൊക്കെയാ, എന്താ പറയുക, ഓക്കെ, ആവശ്യം പോലെ. വേണ്ടോ, വെരി നൈസ്, സൂപ്പർ. ഇതൊന്നും പക്ഷികളൊന്നും തിന്നുന്നില്ല, പക്ഷികളൊന്നും തിന്നില്ലായിരിക്കും എന്തോ. ആവശ്യം പോലെ അവിടെ മൊത്തം ഉണ്ട് കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥ നല്ലതാണ് ഈ ഓറഞ്ചുകൾക്ക്, അതുകൊണ്ടാണ് ഓറഞ്ച് ഇത്രത്തോളം ഉണ്ടാവുന്നത്. പക്ഷെ ആരും പറിക്കുന്നില്ല, ഇതൊന്നും പറിച്ചെടുത്തുകൊണ്ട് പോകില്ല. എന്തോ ഇത് മൊത്തം താഴത്ത് വീണ അഴുകി പോവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ആൾക്കാർ മരം പിടിച്ചു വലച്ചിട്ടൊന്നും താഴെ വീഴുന്നില്ല. ഇത് നല്ല ജട്ടറപ്പുള്ള സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. അത് കാരണമാണ് താഴേക്ക് വീഴാത്തത്. ഇത് വെറും മരത്തിൻ്റെ ഇലകളൊന്നും കാണുന്നില്ല, വെറും ഓറഞ്ച് മാത്രം. അതിലാണ് നിറച്ചുള്ളത് കേട്ടോ. ഇവിടെ നോക്കിയാൽ വെറും ഓറഞ്ചാണ്.
ഈ മരത്തിൽ ഇലകളെ കാണുന്നില്ല. സൂപ്പർ. കുറേ നടക്കാനുണ്ട് കേട്ടോ. നടന്ന് നമ്മൾ അവിടെ എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് ഇനിയൊരു നടന്നു പോകുന്നത് ഒരു പാർക്കിൽ കൂടെയാണ്. ആ പാർക്കിൽ കൂടി അങ്ങോട്ട് നടന്നു പോയാൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് നടക്കാം. കുറേ നടക്കാനുണ്ട് കേട്ടോ. ശരിക്കും നടക്കാനുണ്ട്. നടന്ന് നമ്മുടെ അവിടെ എത്തുമ്പോഴത്തേക്കും തീർച്ചയായും തളരും. എനിക്ക് ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നടന്ന് ആകെ പരുവത്തിലാണുള്ളത്. എന്തായാലും നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ. ഇവിടെ ഒരു ഈ കുന്ന് നല്ലൊരു ഹില്ലാണ് കേട്ടോ ഇത്. അതായത് ഇത് റോമിന്റെ നടുഭാഗത്താണ് ഈ റോമോ ഫോറം ഉള്ളത്. ഇത് ലാറ്റിൻ ഭാഷയിൽ ഫോറം അല്ലെങ്കിൽ റൊമാനം എന്നറിയപ്പെടുന്ന റോമൻ ഫോറമാണ്. പുരാതന റോമിന്റെ മധ്യഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇത് മതപരമായും രാഷ്ട്രീയപരമായും സാമൂഹികമായും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുടെ സ്ഥലമായിരുന്നു. റോമൻ റിപ്പബ്ലിക്ക് സ്ഥാപിതമായ 500 BC-യിലാണ് ഓപ്പൺ എയർ ഫോറത്തിന് ഇവിടെ അനുമതി കൊടുത്തത്. ആ സമയത്താണ് ഇവിടെ ഈ ഓപ്പൺ എയർ ഫോറത്തിൽ ആൾക്കാരിങ്ങനെ ആദ്യമായിട്ട് പരസ്യമായിട്ട് കണ്ടുമുട്ടാൻ തുടങ്ങിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ പൈപ്പുണ്ട്. ഇറ്റലിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റലിയിൽ മൊത്തം സ്ഥലത്തുണ്ടെന്ന് അറിയില്ല, എനിക്ക് ഈ റോമിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു പ്രാവശ്യം കുടിവെള്ളം കുടിക്കാനായിട്ട് ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ മാത്രം മതി കേട്ടോ. ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചാൽ മതി. ആ ബോട്ടിൽ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് റീഫില്ല് ചെയ്ത് വെള്ളം ഉപയോഗിക്കാം. എവിടെ പോയാലും ഡ്രിങ്കിങ് വാട്ടർ ഫ്രീ ആയിട്ട് അവിടെ ഉണ്ടാവും. അത് നല്ല തണുത്ത വെള്ളമാണ്. ചൂടുവെള്ളം കിട്ടില്ല, തണുത്ത വെള്ളമായിരിക്കും. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും കുടിക്കാം. അത് പൈപ്പിൽ നിന്ന് ഡയറക്റ്റ് വേണമെങ്കിൽ കുടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിൽ ഫില്ല് ചെയ്ത് വെച്ചാൽ അത് എടുത്ത് കുടിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇറ്റലിയിൽ വരുന്നവർ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക, ഒരു ബോട്ടിൽ ഡ്രിങ്കിങ് വാട്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ ഇനി നമ്മൾ ഈ കാണാൻ പോകുന്ന ഭാഗമാണ് റോമൻ ഫോറം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ AD അല്ല, 500 BC-യിലാണ് ഇത് ഇവിടെ സ്ഥാപിതമായത്. ഇത് ഈ കാണുന്ന പ്രദേശവും ഇത് പണ്ട് എർത്ത് വെള്ളപ്പൊക്കത്തിലും ഒക്കെ കൊളാപ്സ് ആയ സ്ഥലങ്ങളാണ്. ഇപ്പൊ അതിന്റെ ഒരു ഈ കൊളാപ്സ് ആയ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ പൊടിഞ്ഞും ഇടിഞ്ഞും ഒക്കെ കിടക്കുന്നതാണ് ഇപ്പോഴത്തെ സീന്. നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരാം. ഇവിടെ ഈ ഹില്ലിൽ നിന്ന് താഴോട്ട് കാണുന്നതാണ് ഏറ്റവും അടിപൊളി. നല്ല വെയിലുണ്ട്. 6 മണിയായെങ്കിലും നല്ല വെയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റലിയില് നേരെ കിട്ടുന്നത് 9:30 മണിയൊക്കെ ആവും കേട്ടോ. ഈ താഴെ കാണുന്നതാണ് റോമൻ ഫോറം. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാമല്ലോ. അപ്പം നമ്മൾ താഴെ കൂടി നടന്നു വന്നിരുന്നുണ്ടെങ്കിൽ ഇത്രയും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. ഇത് മേളിൽ നിന്ന് കാണുന്നതാണ് നല്ലത്. ഇത് ഒരു ഹ്യൂജ് ഏരിയ ഉണ്ട്, കണ്ടില്ലേ? ഇത് മൊത്തം കൊളാപ്സ് ആയിട്ട് ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. അത് പിന്നെ പുതുക്കി പണിതിട്ടൊന്നുമില്ല. എന്നാലും അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റേജ് ഒക്കെ അവർ മാറ്റി ക്ലീൻ ആക്കി നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മാറ്റാൻ പറ്റാത്തതും വേണ്ടപ്പെട്ടതുമായ പാഴ്സുകളൊക്കെ അവർ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊരു വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു. അത് ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. അതിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു നമ്മൾ താഴെ കൂടി പോയി കഴിഞ്ഞാൽ ഇത്രയും വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. മേളിൽ നിന്നാണ് കാണുന്നത്. ഇവിടെയൊക്കെ ആൾക്കാർ ഫോട്ടോ എടുപ്പ് കാരണം എനിക്ക് മുന്നോട്ട് പോയി വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ആൾക്കാരെല്ലാം ഇങ്ങനെ സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടും അല്ലാതെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പോസ് ചെയ്യുന്നപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ബാക്ക്വേർഡായിട്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഞാൻ മുന്നിലേക്ക് വന്നത്. ഇതാണ് റോമോ ഫോം കേട്ടോ. ഇത് കണ്ടാലോ, ഇത് ഒരു വലിയൊരു ഏരിയ ആണ്. കണ്ടാൽ അത് മനസ്സിലാവും. അത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതൊക്കെ വേസ്റ്റേജ് ഒക്കെ കോരി മാറ്റി ബാക്കിയുള്ളതൊക്കെ അവർ വേണ്ടപ്പെട്ട സാധനങ്ങൾ പാഴ്സുകളൊക്കെ അതായത് ഭാഗത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ എന്നൊക്കെ. ഇവിടെ നിന്ന് കാണുന്നതാണ് ഏറ്റവും അടിപൊളി. പക്ഷെ നമ്മൾ താഴെ പോയാൽ ഇത്രയും വിശാലമായിട്ട് കാണാൻ പറ്റില്ല. ഇതിപ്പോ ഞാൻ നിൽക്കുന്ന അറൗണ്ട് ഒരു 250 മീറ്റേഴ്സിന് മേളിലാണ്. കണ്ടില്ലേ, നോക്കൂ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതാണ് അതിന്റെ മെയിൻ ഗേറ്റ്. അത് ഞാൻ അതർ സൈഡ് റോഡിൽ കൂടി വന്നാൽ മാത്രമേ
ആ മെയിൻ ഗേറ്റ് വഴി ഇങ്ങ് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. താഴെയും ശരിക്കും ആൾക്കാരുണ്ട്, താഴെ കൂടി പോകുന്നുണ്ട്. അതൊക്കെ ഏറ്റവും അടുത്തറിയാൻ വേണ്ടിയിട്ട് നടന്നിങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും നടക്കാനുള്ള ആരോഗ്യം എനിക്കിപ്പം ഇല്ല. എന്ന് പറഞ്ഞാൽ ഞാൻ നടന്ന് ശരിക്കും തളർന്നു പോയി കേട്ടോ. ഇന്ന് അറൗണ്ട് ഞാനൊരു 30 കിലോമീറ്ററോളം ഇങ്ങനെ നടന്നു, ഇതിനകത്തും പുറത്തും ഒക്കെ ആയിട്ട്. അത് കാരണം എനിക്ക് ഇനി നടക്കാൻ വയ്യ. എന്ന് പറഞ്ഞാൽ എൻ്റെ കാലെല്ലാം ശരിക്കും നീര് വന്നില്ല, പക്ഷെ നല്ല വേദനയുണ്ട്. രാവിലെ അറൗണ്ട് 9 മണിക്ക് ഞാൻ തുടങ്ങിയതാണ്. ഇപ്പൊ അറൗണ്ട് എത്ര മണിയായി? 6:30. ഇതിനകത്ത് കയറുമ്പോൾ ഏതാണ്ട് 6:30 മണിയോളം ആയി. 6 മണിക്കാണ് ഞാൻ ഗേറ്റിൽ നിന്ന് കയറിയത്. അറൗണ്ട് അരമണിക്കൂർ നടന്നാണ് മേളിലേക്ക് എത്തിയത്. നമ്മുടെ വലത് സൈഡിൽ മുന്നിൽ കാണുന്നതാണ് കൊളോസിയം കേട്ടോ. കൊളോസിയത്തിന്റെ ദൂരെ എന്നുള്ള കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ബസലിക്കയാണ്. വത്തിക്കാൻ ബസലിക്ക അല്ല, വേറൊരു ബസലിക്കയാണ് ആ കാണുന്നത്. ഇനി നമ്മൾ അവിടേക്ക് പോകുന്നുണ്ട്. അവിടെയും പോയിട്ട് നമ്മൾ വീഡിയോ എടുത്ത ആ ഭാഗം നിങ്ങളെ കാണിക്കാം. ഇന്ന് ഈ വീഡിയോയിലല്ല, മറ്റൊരു വീഡിയോയിൽ കാണാം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പ്ലാറ്റിനി കാണിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ വലിയ വീഡിയോ ആയി പോയി. അത് കാരണം അത് കാണിക്കാൻ പറ്റുന്നില്ല. എല്ലാം കൂടി നിങ്ങൾ കാണുമ്പോൾ ചിലപ്പം ബോറടിച്ച് വല്ലാതാവും. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ഈ ചരിത്ര സ്ഥലങ്ങളാണ് കാണുന്നത്. ചരിത്ര സ്ഥലങ്ങൾ കൂടുതൽ കണ്ടിരിക്കാനുള്ള ഒരു മൂഡ് ഉണ്ടാവൂല. എന്ന് പറയുമ്പോൾ ചരിത്രം ആൾക്കാർക്ക് കൂടുതൽ കാണാനായിട്ട് ഒരു താല്പര്യവും കാണില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേശ്ശെ കാണിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ കണ്ടെന്നിരിക്കും.